ലോൺ ആപ്പുകൾ ഉയർത്തുന്ന ഭീഷണി വീണ്ടും ഒരു യുവാവിന്റെ ജീവൻ കവർന്നെടുത്തിരിക്കുന്നു. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ 23 വയസ്സുകാരൻ ആനന്ദാണ് ലോൺ ആപ്പ് മാഫിയയുടെ ക്രൂരമായ ഭീഷണികളെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ജീവിതത്തിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന ഒരു യുവാവിന് ഇത്തരം ആപ്പുകൾ വരുത്തിവെച്ചത് തീരാ ദുരിതമായിരുന്നു. താൻ കുടുങ്ങിയ കെണിയിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ ആനന്ദ് ഒടുവിൽ മരണത്തെ വരിക്കുകയായിരുന്നു. ആനന്ദ് പണമെടുത്ത ലോൺ ആപ്പുകാരുടെ ഇടപെടൽ അങ്ങേയറ്റം നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായിരുന്നു. പണം കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല എന്നതായിരുന്നു അവർക്ക് ആനന്ദിനോടുള്ള പക. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ആനന്ദിന്റെ സ്വകാര്യ ചിത്രങ്ങൾ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടവർ മോർഫ് ചെയ്യുകയും അവ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക ആഘാതമാണ് ഉണ്ടാക്കിയത്. ഈ അപമാനവും സമൂഹത്തിന് മുന്നിൽ നേരിടേണ്ടി വന്ന നാണക്കേടും ആനന്ദിനെ വല്ലാതെ തളർത്തി. ആർക്കും അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത വിധം ഭയാനകമായ സാഹചര്യമായിരുന്നു ഇത്. ഇതിൽ മനം നൊന്ത കടുത്ത മാനസിക സമ്മർദ്ദത്താൽ ഈ മാസം 6-ാം തീയതി ആനന്ദ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ആസിഡ് കഴിച്ചായിരുന്നു യുവാവ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ദിവസങ്ങളോളം മരണവുമായി മല്ലിട്ട ആനന്ദ് ഇന്നലെ രാത്രി ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. തന്റെ മകന് സംഭവിച്ച ദുരന്തത്തിൽ കുടുംബം തകർന്നിരിക്കുകയാണ്. സംഭവത്തിൽ കുടുംബം ഉടൻ തന്നെ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി കഴിഞ്ഞു. ആനന്ദിന് തുടർച്ചയായി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതായി പിതൃ സഹോദരൻ അനിൽകുമാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഇത് കേവലം പണത്തിന് വേണ്ടിയുള്ള അന്വേഷണം ആയിരുന്നില്ല, മറിച്ച് ഒരു യുവാവിനെ മാനസികമായി തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമായിരുന്നു. യുവാക്കളുടെ ജീവൻ കവരുന്ന ഇത്തരം ലോൺ ആപ്പുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് വാർഡ് മെമ്പർ സുരേഷ് ആവശ്യപ്പെട്ടു. നാടാകെ ഈ സംഭവത്തിൽ ഞെട്ടലാണ്. ഇത്തരം ആപ്പുകൾ പലതും പ്രവർത്തിക്കുന്നത് അതിർത്തി കടന്നുള്ള ശൃംഖലകൾ വഴിയാണ്. അതിനാൽ തന്നെ ഇവരെ പിടികൂടുക എന്നത് പോലീസിനും വലിയൊരു വെല്ലുവിളിയാണ്. എങ്കിലും ആനന്ദിന്റെ മരണം വെറുതെയാകരുത്. ഇനിയൊരു യുവാവും ഇത്തരം കെണികളിൽ പെടരുത് എന്ന് സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വലിയ ജാഗ്രത പുലർത്തണമെന്ന് സൈബർ വിദഗ്ധർ ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പരിചയമില്ലാത്ത ലോൺ ആപ്പുകളിൽ നിന്ന് പണം കടം വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ വിശ്വസ്തത ഉറപ്പുവരുത്തുക എന്നത് ഇതിന്റെ അനിവാര്യമാണ്. ആനന്ദിന്റെ മരണം ഒരു വലിയ പാഠമാണ്. പണത്തേക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ അന്തസ്സും ജീവനുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികളും യുവാക്കളും ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആനന്ദിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് ഊർജിതമായി പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും ഇത്തരം മാഫിയകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണം. ആനന്ദിന്റെ വിയോഗം ഒരു കുടുംബത്തിന്റെ മാത്രം വേദനയല്ല, മറിച്ച് സമൂഹത്തിന്റെ മൊത്തം ആശങ്കയാണ്. അനാവശ്യമായ ലോൺ വാഗ്ദാനങ്ങൾ നൽകിയ ആളുകളെ കെണിയിൽപ്പെടുത്തുന്ന ഈ ആപ്പുകൾക്കെതിരെ അധികൃതർ ഒരു കർശനമായ നിലപാട് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്.